നമസ്കാരം. മിഡിസ്റ്റ് അവർ തുടങ്ങുന്നു. യുഎഇയിൽ ഇന്ധനവില കുത്തനെ വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 14 ഫിൽസും ഡീസൽ 15 ഫിൽസുമാണ് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ജൂൺ മാസം പെട്രോളിന് ഈടാക്കുക. ഉയർന്ന ഇന്ധനവില രാജ്യത്ത് പണപ്പെരുപ്പം ശക്തമാക്കുമെന്ന ആശങ്കയും ശക്തമാണ്. 2015-ൽ ഓരോ മാസവും ഇന്ധനവില പുതുക്കി നിശ്ചയിക്കുന്ന പതിവ് ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലേക്കാണ് പെട്രോൾ വില എത്തിയത്. 5.6% അഥവാ 14 ഫിൽസാണ് ഓരോ ഇനം പെട്രോളിനും വർദ്ധിപ്പിച്ചത്. ഇതനുസരിച്ച് 2 ദിർഹം 49 ഫിൽസ് വിലയുണ്ടായിരുന്ന സൂപ്പർ പെട്രോളിന് ജൂണിൽ 2 ദിർഹം 63 ഫിൽസ് ഈടാക്കും. 2 ദിർഹം 37 ഫിൽസ് വിലയുണ്ടായിരുന്ന സ്പെഷ്യൽ പെട്രോളിന് 2 ദിർഹം 51 ഫിൽസ് നൽകണം. ഇ പ്ലസ് പെട്രോളിന്റെ വില 2 ദിർഹം 30 ഫിൽസിൽ നിന്ന് 2 ദിർഹം 44 ഫിൽസാക്കി. ഡീസൽ ലിറ്ററിന് 15 ഫിൽസാണ് വർദ്ധിപ്പിച്ചത്. 2 ദിർഹം 56 ഫിൽസ് വിലയുണ്ടായിരുന്ന ഡീസലിന്റെ വില 2 ദിർഹം 71 ഫിൽസായി ഉയർത്തി. ഇന്ധനവില ഉയരുന്നത് രാജ്യത്ത് വിലക്കയറ്റം സൃഷ്ടിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വേനൽ ശക്തമാവുന്ന ജൂണിൽ യുഎഇയിലെ കാലാവസ്ഥ മാത്രമല്ല എണ്ണവിലയും തൊട്ടാൽ പൊള്ളുമെന്നുറപ്പാണ്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. അമേരിക്കയുമായുള്ള ബഹ്റൈന്റെ ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ. ബഹ്റൈനിൽ സന്ദർശനത്തിനെത്തിയ ഡാരൽ ഇസയുടെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ പ്രതിനിധി സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ബഹ്റൈനും അമേരിക്കയും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തെ എല്ലാ മേഖലകളിലും ശക്തമാക്കുവാനാണ് രാജ്യം ആഗ്രഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ പറഞ്ഞു. മേഖലയിലെ സുരക്ഷയ്ക്കും ഗൾഫ് രാജ്യങ്ങളിലെ സ്ഥിരതയും പുരോഗതിയും ഉറപ്പുവരുത്തുന്നതിനും അമേരിക്കയെ വിലപ്പെട്ട പങ്കാളിയായാണ് ബഹ്റൈൻ കാണുന്നത്. മധ്യപൗരസ്ത്യ മേഖലയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്ത തീരുമാനങ്ങളെ പിന്തുണക്കുന്നതായും അമേരിക്കൻ നിലപാടുകൾ മേഖലയുടെ താൽപ്പര്യങ്ങൾക്ക് ഗുണകരമാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ബഹ്റൈൻ ഭരണകൂടം സ്വീകരിക്കുന്ന നിലപാടുകളെയും വികസനത്തിലൂന്നിയ നയങ്ങൾ വഴി ഉണ്ടാക്കുന്ന ഭരണ നേട്ടങ്ങളെയും അമേരിക്കൻ പ്രതിനിധി സംഘം പ്രശംസിച്ചു. മീഡിയ 1, ബഹ്റൈൻ. ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകരുടെ രജിസ്ട്രേഷൻ നടപടികൾക്കുള്ള ഇ-ട്രാക്ക് സംവിധാനം ബുധനാഴ്ച ആരംഭിക്കുമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്ന നടപടികൾ മുൻപത്തേതുപോലെ ദുൽഖഅദ് 1-നാണ് ആരംഭിക്കുക. ഇന്ത്യയിൽ നിന്നുള്ള പൂർണ്ണമായ വിമാന ഷെഡ്യൂളുകൾ ഈ ആഴ്ച പുറത്തിറങ്ങും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ ആഭ്യന്തര ഹജ്ജ് സർവീസ് ഉപയോഗപ്പെടുത്തുന്നവർക്ക് പാക്കേജുകൾ അറിയാം. അതായത് റമദാൻ 15-ന്. ഇ-ട്രാക്ക് വഴിയാണ് വിവിധ ഹജ്ജ് പാക്കേജുകൾ തീർത്ഥാടകർക്ക് അറിയാനാവുക. മുൻ വർഷങ്ങളിൽ ദുൽഖഅദ് 1-നാണ് രജിസ്ട്രേഷനും പാക്കേജ് തിരഞ്ഞെടുക്കലും ഉണ്ടായിരുന്നത്. ഒരു ദിവസം തന്നെ രജിസ്ട്രേഷനും പാക്കേജ് തിരഞ്ഞെടുക്കലും തീർത്ഥാടകർക്ക് വെല്ലുവിളിയായിരുന്നു. ഇത്തവണ നിരക്കുകൾ കുറഞ്ഞ പാക്കേജുകൾ നേരത്തെ കണ്ടെത്തി ബുക്ക് ചെയ്യാനാകും. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനുള്ള ഇത്തവണത്തെ സമ്പൂർണ്ണ ഷെഡ്യൂൾ ഉടൻ പുറത്തിറങ്ങും. ഇന്ത്യയിലെ 20 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് ഹജ്ജ് വിമാന ഷെഡ്യൂളുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായാണ് ഇത്തവണയും ഹജ്ജ് വിമാന സർവീസുകൾ. ആദ്യഘട്ടം ജൂലൈ 14-ന് തുടങ്ങും. ആഗസ്റ്റ് 15 വരെയാണ് സർവീസുകൾ. കേരളം ഉൾപ്പെടുന്ന 2ാം ഘട്ടം ജൂലൈ 29-നും. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിമാനങ്ങളിൽ യഥാക്രമം 400-300 സീറ്റുകളാണ് ഉണ്ടാവുക. സൗദി എയർലൈൻസ് വഴിയാണ് സർവീസുകൾ. മീഡിയ 1, റിയാദ്. ഖത്തറിലേക്ക് വിസാരഹിത സന്ദർശനം നടത്തുന്നവർക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് നിർബന്ധമാക്കിയ ഇന്ത്യൻ എമിഗ്രേഷൻ ബ്യൂറോയുടെ നടപടി സാധാരണ പ്രവാസികൾക്ക് തിരിച്ചടിയായി. പ്രായമായ മാതാപിതാക്കളെ അടക്കം ഖത്തറിൽ സന്ദർശനത്തിനെത്തിക്കാൻ ലഭിച്ച അവസരമാണ് ഇതോടെ ഇല്ലാതാകുന്നത്. പാസ്പോർട്ടും മടക്ക ടിക്കറ്റും മാത്രമുണ്ടെങ്കിൽ ഇന്ത്യക്കാർക്ക് ഖത്തറിൽ വിസയില്ലാതെ തന്നെ 1 മാസത്തെ സന്ദർശനം അനുവദിച്ച ഖത്തർ ഗവൺമെന്റിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തി ഈ അവധിക്കാലത്ത് 100 കണക്കിന് കുടുംബങ്ങളാണ് ഖത്തറിൽ സന്ദർശനത്തിനെത്തിയത്. പിന്നീട് 30 ദിവസത്തേക്ക് കൂടി താമസാനുമതി പുതുക്കിയ പലരും 2 മാസത്തോളമാണ് ഖത്തറിൽ തങ്ങിയിരുന്നത്. പതിറ്റാണ്ടുകളായി ബാച്ചിലർ ജീവിതം നയിക്കുന്ന പ്രവാസികൾക്ക് ഭാര്യമാരെ കൊണ്ടുവരാൻ ലഭിച്ച മികച്ച അവസരം കൂടിയായിരുന്നു വിസാരഹിത സന്ദർശനം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട്, കൊച്ചി വിമാനത്താവളങ്ങളിൽ നിന്ന് യാത്രക്കെത്തിയ പലരെയും തിരിച്ചയച്ചിരുന്നു. പാസ്പോർട്ടിൽ ECNR രേഖപ്പെടുത്താത്തവർക്ക് വിസാരഹിത സന്ദർശനം അനുവദിക്കരുതെന്ന ബ്യൂറോ ഓഫ് എമിഗ്രേഷന്റെ തീരുമാനമാണ് ഇതിന് കാരണമായത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനമെന്നാണ് അറിയുന്നത്. ഈ തീരുമാനം പക്ഷേ സാധാരണ പ്രവാസികൾക്കാണ് തിരിച്ചടിയായത്. പ്രായമായവരുടെ കാര്യത്തിലെങ്കിലും പുനരാലോചന വേണമെന്നാണ് പ്രവാസി ആക്ടിവിസ്റ്റുകളുടെ ആവശ്യം. ഈ നിയമം വരുന്നതോടുകൂടി പ്രായം ചെന്ന മാതാപിതാക്കളെ കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ പ്രായം ചെന്നിട്ടുള്ള നമ്മുടെ പഴയ തലമുറയുടെ സാധാരണക്കാരായ പ്രവാസികളുടെ കുടുംബത്തെ കൊണ്ടുവരുന്നതിനും വലിയ വിഘാതം തന്നെ സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ തൊഴിൽ വിസക്കല്ല അവരൊന്നും വരുന്നത് എന്നതുകൊണ്ട് തന്നെ പ്രായമായവരുടെ കാര്യത്തിലെങ്കിലും ഈ കാര്യത്തിൽ ഒരു ഇളവ് അനുവദിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. വിസാരഹിത സന്ദർശനത്തെ പലരും ദുരുപയോഗം ചെയ്യുന്നതായി പരാതി ഉയർന്നിരുന്നു. ഇപ്പോൾ ഹൈദരാബാദ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ബ്യൂറോ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ECR വിഭാഗത്തെ വിസാരഹിത യാത്രയിൽ നിന്ന്
വിലക്കാൻ ഉത്തരവിട്ടത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. നിപ വൈറസ് റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നുള്ള പഴം, പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങൾ ഇറക്കുമതി നിരോധനം ഏർപ്പെടുത്തിയത് കേരളത്തിലെ കയറ്റുമതി കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാകും. എന്നാൽ ഗൾഫിലെ വിപണിയെ ഇത് കാര്യമായി ബാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ. ബഹ്റൈൻ, കുവൈത്ത്, UAE എന്നീ രാജ്യങ്ങളാണ് കേരളത്തിൽ നിന്നുള്ള പഴം, പച്ചക്കറി ഇറക്കുമതി വിലക്കിയത്. വിമാനത്താവളങ്ങൾ, കാർഗോ കമ്പനികൾ എന്നിവയ്ക്ക് ഇതു സംബന്ധിച്ച നിർദ്ദേശം ലഭിച്ചു. കേരളത്തിൽ നിന്ന് ഇന്നലെ ദുബൈ വിമാനത്താവളത്തിലെത്തിയ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കാൻ അനുമതി ലഭിച്ചിട്ടില്ല. UAE മാത്രം കേരളത്തിലെ 3 വിമാനത്താവളങ്ങളിൽ നിന്ന് ദിവസം 50 ടണ്ണിലേറെ പഴം, പച്ചക്കറി ഉൽപ്പന്നങ്ങളാണ് എത്തുന്നത്. 23 ടണ്ണോളം ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് മാത്രം എത്തുന്നു. കേരളത്തിൽ നിന്ന് പുറപ്പെടുന്നുവെങ്കിലും ഇവയിൽ നല്ലൊരു പങ്ക് തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിച്ചവയാണ്. പ്രധാനമായിട്ടും ഏത്തപ്പഴം, ചെറുപഴം ഇങ്ങനെയൊക്കെയുള്ള പഴവർഗ്ഗങ്ങൾക്കാണ് ക്ഷാമം വരിക. ഇത് നിലക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു 2-3 ദിവസത്തേക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇപ്പോൾ ഈ വരുന്ന സാധനങ്ങൾ അധികവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ്, കേരളത്തിന്റെ സാധനമല്ല. ഇതേ ഉൽപ്പന്നങ്ങൾക്ക് ഗുജറാത്ത്, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് ബദൽ സംവിധാനം ഒരുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇറക്കുമതിക്കാർ. കേരളത്തിൽ നിന്നുള്ള പഴം, പച്ചക്കറി വരവ് നിലയ്ക്കുന്നതുകൊണ്ട് ഗൾഫ് വിപണിയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവില്ലെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. രഞ്ജിത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. വേനലിൽ കെട്ടിടങ്ങളിലെ തീപിടുത്ത സാധ്യത മുന്നിൽ കണ്ട് സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് കുവൈത്ത് അഗ്നിശമന വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. തീ കെടുത്താനുള്ള സംവിധാനങ്ങൾ എല്ലാ വീടുകളിലും ഉറപ്പുവരുത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. വേനൽക്കാലത്ത് തീപിടുത്തം പോലുള്ള അപകടങ്ങൾ കൂടുന്നതിനാൽ വീടുകളിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തണമെന്നാണ് നിർദ്ദേശം. ജനറൽ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റാണ് ഇത് സംബന്ധിച്ച സ്വദേശികൾക്കും വിദേശികൾക്കും പ്രത്യേക നിർദ്ദേശം നൽകിയത്. വീടുകളിൽ തീപിടുത്തമുണ്ടായി നിരവധി സംഭവങ്ങളാണ് റമദാൻ തുടങ്ങിയത് മുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അടുക്കളയിലെ ഇലക്ട്രിക് പാചക സംവിധാനങ്ങൾ, ഗ്യാസ് സിലിണ്ടറുകൾ, മൈക്രോവേവ് ഓവൻ എന്നിവ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ഉപയോഗിക്കണം. ശക്തമായ ചൂട് കാരണവും തിരക്ക് പിടിച്ച് ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യേണ്ടി വരുന്നതിനാലും ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത കൂടുതലാണ്. തീക്കെടുത്താനുള്ള പ്രാഥമിക സംവിധാനങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. അതിനിടെ രാജ്യത്ത് ആഴ്ചയുടെ അവസാനത്തോടെ ചൂട് കടുത്തതാകുമെന്ന് ഗോള നിരീക്ഷകൻ ആദിൽ മർസൂഖ് പറഞ്ഞു. അന്തരീക്ഷ ഊഷ്മാവ് 44 മുതൽ 46 ഡിഗ്രി വരെ ഉയരാനാണ് സാധ്യത. മണിക്കൂറിൽ 6 മുതൽ 25 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാനും സാധ്യതയുണ്ട്. ബുധനാഴ്ച മുതലായിരിക്കും കാലാവസ്ഥാ മാറ്റം അനുഭവപ്പെടുക. കാറ്റ് ശക്തമാകുന്ന സമയത്ത് പൊടിപടലമുയരാനിടയുണ്ടെന്നും അതിനാൽ മുൻകരുതലുകൾ എടുക്കണമെന്നും ആദിൽ മർസൂഖ് കൂട്ടിച്ചേർത്തു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. GCC റെയിൽ പദ്ധതിയുടെ കുവൈത്തിലെ ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത വർഷം ആരംഭിക്കും. പുതുതായി രൂപം നൽകിയ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക. പദ്ധതിയുടെ ടെൻഡർ നടപടികൾ ഉടൻ തുടങ്ങുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കുവൈത്തിന്റെ തെക്കൻ മേഖലയായ നുവൈസിബ്, അൽകഫ്ചി മുതൽ വടക്ക് മുബാറക് അൽ കബീർ, ബുബിയാൻ ദ്വീപ് വരെയുള്ള ഭാഗമാണ് റെയിൽവേ പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പദ്ധതി ഏറ്റെടുത്ത് പൂർത്തിയാക്കാനുള്ള കരാർ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കമ്പനികൾക്ക് നൽകും. കുവൈത്ത് പാർട്ണർഷിപ്പ് പ്രോജക്ട് അതോറിറ്റി മുഖേന ടെൻഡർ നടപടികൾക്ക് വൈകാതെ തുടക്കം കുറിക്കും. കുവൈത്ത് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുക. കുവൈറ്റ് സിറ്റിയെ അന്താരാഷ്ട്ര വിമാനത്താവളവുമായും തുറമുഖങ്ങളുമായും ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാത രാജ്യത്തെ മറ്റ് GCC രാജ്യങ്ങളുമായും ബന്ധിപ്പിക്കുന്നതായിരിക്കും. 511 കിലോമീറ്റർ നീളത്തിലാണ് റെയിൽവേ ലൈൻ നിർമ്മിക്കുക. 6 പാക്കേജുകൾ ഉൾപ്പെട്ടതാണ് നിർദ്ദിഷ്ട റെയിൽ പദ്ധതി. രൂപകൽപ്പന, നിർമ്മാണം, അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനുള്ള ധനവിനിയോഗം, റൂട്ട് നിർണയം, ചരക്ക് നീക്കത്തിനുള്ള കമ്പനി നടത്തിപ്പ് എന്നിവയാണ് 6 പാക്കേജുകൾ. റെയിൽവേ പാത കടന്നുപോകുന്ന തോട്ടങ്ങളുടെ ഉടമസ്ഥർ എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നെങ്കിലും നഷ്ടപരിഹാരം നൽകി ഇത് ഏകദേശം പരിഹരിച്ചിട്ടുണ്ട്. GCC റെയിൽവേ പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയവർക്കുള്ള നഷ്ടപരിഹാര തുക ഉടൻ കൈമാറുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ പ്രതിമാസ ഓപ്പൺ ഹൌസ് മെയ് 31 നടക്കുമെന്ന് എംബസി 3rd സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് സലിം അറിയിച്ചു. വൈകിട്ട് 3 മണി മുതൽ 4 മണി വരെ എംബസി അങ്കണത്തിൽ നടക്കുന്ന ഓപ്പൺ ഹൌസിൽ ഇന്ത്യൻ അംബാസിഡർ P. കുമരൻ സംബന്ധിക്കും. അടിയന്തര പ്രാധാന്യമുള്ള കോൺസുലർ സേവനങ്ങൾക്ക് പ്രവാസികൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. മദീനയിലെ പ്രവാചകന്റെ പള്ളിയിൽ ഭജനമിരിക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കുമെന്ന് മസ്ജിദുൻ നബവി ഇഅ്തികാഫ് ഏജൻസി അറിയിച്ചു. പള്ളിയുടെ മുകളിലത്തെ നിലയിലാണ് ഇഅ്തികാഫിന് നിശ്ചയിച്ചിരിക്കുന്നത്. 24 മണിക്കൂർ നിരീക്ഷകരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ ഭാഗത്തുണ്ടാകും. മദീനയിൽ പള്ളിക്ക് മുകളിലാണ് ഇഅ്തികാഫിന്റെ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. ഇവർക്ക് 8A, 8E, 6, 10 എന്നീ വാതിലുകളും ഗോവണികളും ലിഫ്റ്റും ഉപയോഗപ്പെടുത്താമെന്നും ഇഅ്തികാഫ് ഏജൻസി അറിയിച്ചു. 24 മണിക്കൂർ നിരീക്ഷകരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ ഭാഗത്തുണ്ടാകും. മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നതിന് 8 സ്ഥലങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്.
ഓരോ കേന്ദ്രങ്ങളിലും 8 മൊബൈൽ ഫോണുകൾ റീചാർജ് ചെയ്യാവുന്ന പോർട്ടുകളും ഇവിടെ ഉണ്ടായിരിക്കും. കൂടാതെ എഴുത്തിക്കാഫ് ഇരിക്കുന്നതിന്റെ മര്യാദകളും മറ്റു മതപര നിർദ്ദേശങ്ങളും പ്രദർശിപ്പിച്ച് 8 മോണിറ്ററുകളും ഒരുക്കിയിട്ടുണ്ട്. എഴുത്തിക്കാഫ് ഏജൻസി ഓഫീസിന് സമീപം സ്ഥാപിച്ച ആപ്ലിക്കേഷൻ മുഖേനയാണ് ബുക്ക് ചെയ്യേണ്ടത്. നാളെ തറാവീഹ് നമസ്കാരത്തിന് ശേഷം പുലർച്ചെ 2 മണിവരെയാണ് ബുക്കിംഗ് സമയം. ഒരേ സമയം 10,000 പേർക്കാണ് നിലവിൽ മസ്ജിദുൻ നബവിയിൽ എഴുത്തിക്കാഫ് ഇരിക്കാൻ സൗകര്യം. മീഡിയ 1 മദീന. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും കേൾക്കുന്ന ശ്രുതിമധുരമായ ബാങ്ക് വിളിക്കുന്ന ആളെ പരിചയപ്പെടാം. മസ്ജിദുൽ ഹറാമിലെ ചീഫ് മുഅദ്ദിനായ 73 വയസ്സുകാരനായ അലി മുഹമ്മദ് അൽ മുല്ലയാണ് ഈ ശബ്ദത്തിനുടമ. കഴിഞ്ഞ 43 വർഷങ്ങളായി ഇദ്ദേഹം ബാങ്ക് വിളി തുടർന്നുകൊണ്ടിരിക്കുന്നു. മക്കയിലെ മസ്ജിദുൽ ഹറാം സന്ദർശിച്ചവരും അല്ലാത്തവരുമായി ഈ ബാങ്ക് വിളി കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ല. ഹൃദയഹാരിയായ ശബ്ദത്തിൽ ഈ ബാങ്ക് വിളിക്കുന്നത് മക്കയിലെ ബിലാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന അലി അഹമ്മദ് അൽ മുല്ലയാണ്. 1975 തന്റെ 14-ാം വയസ്സ് മുതൽ മസ്ജിദുൽ ഹറാമിൽ ബാങ്ക് വിളിച്ചു തുടങ്ങിയിരുന്നുവെങ്കിലും 1984 മുതലാണ് ഔദ്യോഗികമായി അദ്ദേഹം മുഅദ്ദിനായി നിയമിതനാവുന്നത്. 73 വയസ്സായിട്ടും ശബ്ദത്തിൽ ഒരു ഇടർച്ചയുമില്ലാതെ ഇന്നും ഇത് തുടരുന്നു. പിതാമഹന്റെയും പിതാവിന്റെയും പിന്തുടർച്ചയിലൂടെ ലഭിച്ചതാണ് ബാങ്ക് വിളിക്കുന്ന ജോലി. ശ്രുതിമധുരമായി ബാങ്ക് വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നൽകാനുള്ള അലി അഹമ്മദ് അൽ മുല്ലയുടെ ഉപദേശം ഇതാണ്. فيحافظ عليه من كثرة الصياح، يحافظ عليه من الأشياء الباردة، الأشياء الساخنة، الحاجات اللي هي بتأثر على الأوتار الصوتية. സവിശേഷ ദിവസങ്ങളിൽ മദീനയിലെ മസ്ജിദ് നബവിയിലും ഇദ്ദേഹം ബാങ്ക് വിളിക്കാറുണ്ട്. അമേരിക്ക, മലേഷ്യ, ഇന്തോനേഷ്യ, ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങി നിരവധി വിദേശ രാജ്യങ്ങളിലെ വിവിധ പള്ളികളിലും ഇദ്ദേഹത്തിന് ബാങ്ക് വിളിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഈദ് ദിനങ്ങളിലെ ഇദ്ദേഹത്തിന്റെ തക്ബീർ വിളികളും ലോകപ്രശസ്തമാണ്. സാദിഖ് അലി തൂർ, മീഡിയ 1, ജിദ്ദ. വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് അവതരിച്ച മാസമാണ് റമളാൻ. ഖുർആനിലെ ചില സൂക്തങ്ങൾ മുഹമ്മദ് നബിക്ക് മദീനയിലെ ഉഹദ് ഗുഹയിൽ വെച്ചും അവതരിച്ചിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ പരിക്കേറ്റ പ്രവാചകനെ അനുചരന്മാർ ഒളിപ്പിച്ചതും ഇവിടെ തന്നെയാണ്. വിശ്വാസികൾക്ക് ഇന്നും കൗതുകമാണ് ഈ ഗുഹയും മലയോരവും. ഖുർആനിലെ ആദ്യ സൂക്തങ്ങൾ മുഹമ്മദ് നബിക്ക് അവതരിച്ചത് മക്കയിലെ ഹിറ ഗുഹയിലാണ്. ഇത് മദീനയിലെ ഉഹദ് ഗുഹ. 70 മുസ്ലിങ്ങൾ മക്കക്കാരുമായുള്ള ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷികളായി. അവരെ ഈ കുന്നിന്റെ ചെരുവിനപ്പുറത്ത് മറമാടി. അതിനിടെ പരിക്കേറ്റ പ്രവാചകനെ അനുചരന്മാർ ശത്രുക്കളിൽ നിന്നും ഒളിപ്പിച്ചത് ഈ ഗുഹയിലാണ്. അബൂത്തല്ലാ റളിയല്ലാഹു അൻഹുവും 12ഓളം വരുന്ന സ്വഹാബാക്കളും കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉഹദിലുള്ള ഗുഹയിലേക്ക് കൊണ്ടുപോകുന്നത്, ഒളിപ്പിച്ചിരുത്താൻ വേണ്ടിയിട്ട്. പരിക്കേറ്റ പ്രവാചകനൊപ്പം ഇരിക്കാൻ വിശ്വാസികൾ തിരക്ക് കൂട്ടിയതോടെയാണ് ഖുർആൻ സൂക്തങ്ങൾ പ്രവാചകന് അവതരിക്കുന്നത്. പിൽക്കാലത്ത് ഇവിടെ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടെങ്കിലും നാമാവശേഷമായി. ഈ ഓർമ്മയിൽ നിരവധി പേരെത്താറുണ്ട്. അന്ധവിശ്വാസങ്ങൾ കൂടിയതോടെ ഗുഹാമുഖമടച്ചു. ചുറ്റും കമ്പിവേലി കെട്ടി. പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട മലനിരകളായിരുന്നു ഉഹദ്. ഈ ഗുഹയിൽ നിരവധി തവണ ഒറ്റയ്ക്കിരുന്നിട്ടുണ്ട് അദ്ദേഹം. ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഉഹദ് മലനിരകൾ ഇന്നും പ്രതാപത്തോടെ ഇവിടെയുണ്ട്. മദീനയിൽ നിന്നും അഫ്തബുർ റഹ്മാൻ, മീഡിയ 1. അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡിന്റെ ഭാഗമായി പ്രമുഖ പണ്ഡിതൻ നൌഫൽ സഖാഫി ദുബൈയിൽ പ്രഭാഷണം നടത്തുന്നു. ഈ മാസം 31-ന് സന്തുഷ്ട കുടുംബം എന്ന വിഷയത്തിലായിരിക്കും പ്രഭാഷണമെന്ന് ജാമിയ സാദിയ ഇന്ത്യൻ സെന്റർ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലയാളത്തിലും കന്നഡയിലും പ്രഭാഷണം നടത്തുന്ന പണ്ഡിതനാണ് നൌഫൽ സഖാഫി കളസ. ഊദ്മേത്ത ലത്തീഫ ഹോസ്പിറ്റലിന് സമീപത്തെ അൽവാസൽ ക്ലബ്ബിലായിരിക്കും പരിപാടി. 4000-ഓളം പേർക്ക് പ്രഭാഷണം ശ്രവിക്കാൻ സൗകര്യമൊരുക്കുമെന്ന് ജാമിയ സാദിയ ഇന്ത്യൻ സെന്റർ അധികൃതർ പറഞ്ഞു. സാദിയ വൈസ് പ്രിൻസിപ്പൽ ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം സൈനുൽ ആബിദീൻ മുത്തുക്കോയ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രഭാഷണ വേദിയിലേക്ക് പ്രത്യേക വാഹന സൗകര്യം ഏർപ്പെടുത്തും. സ്വാഗതം സംഘം ചെയർമാൻ സയ്യിദ് ത്വാഹ ബാഫക്കി അസ് സക്കാഫി, അഹമ്മദ് മുസ്ലിയാർ മേൽപ്പറമ്പ്, അമീർ ഹസൻ ഉള്ളാൽ, യഹിയ സക്കാഫി, സിറാജ് അബ്ദുള്ള ഹാജി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ദുബായ്. ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ പുരസ്കാരത്തിനായുള്ള ഇന്ത്യയുടെ മത്സരം പൂർത്തിയായി. കോഴിക്കോട് സ്വദേശിയായ 15 വയസ്സുകാരൻ റോഷൻ അഹമ്മദാണ് ഇന്ത്യയ്ക്കായി മത്സരിച്ചത്. ജേതാവിനെ ജൂൺ 5-ന് പ്രഖ്യാപിക്കും. ദുബായ് ചേംബറിലെ മത്സരവേദിയിൽ
ജർമ്മനി, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ റോഷൻ അഹമ്മദ് വേദിയിലെത്തിയത്. മൂന്ന് ഘട്ടങ്ങളിൽ ആദ്യമൊന്ന് പതറിയെങ്കിലും ഒട്ടും മോശമല്ലാതെ പാരായണം പൂർത്തിയാക്കാൻ റോഷന് കഴിഞ്ഞു. ബക്കറ ആദ്യം ചോദിച്ചു, തുടക്കത്തിൽ കുറച്ച് മിസ്റ്റേക്ക് പറ്റി, പിന്നെ കുഴപ്പമില്ല. അന്താരാഷ്ട്ര മത്സരത്തിൽ പ്രായത്തിൽ കവിഞ്ഞ നിലവാരം പുലർത്താൻ റോഷന് സാധിച്ചുവെന്നാണ് വിലയിരുത്തൽ. സദസ്സിനെ നേരിടാനുള്ള ഒരു ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു. അതല്ലാത്ത രൂപത്തിൽ ഖിറാഅത്ത് പൊതുവെ വലിയ കുഴപ്പമില്ല. ജൂൺ 5 അഥവാ റമദാൻ 20 മത്സരത്തിന്റെ ഫലം പ്രഖ്യാപിക്കുക. സലാലയിൽ ജോലി ചെയ്യുന്ന എരഞ്ഞിക്കൽ ഷംസുദ്ദീന്റെയും മുംതാസിന്റെയും മകനാണ് ഇന്ത്യക്കായി മത്സരിച്ച റോഷൻ അഹമ്മദ്. രഞ്ജിത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. പ്രിയദർശിനി കൾച്ചറൽ കോൺഗ്രസ് ആഭിമുഖ്യത്തിലുള്ള ഇഫ്താർ സംഗമം മസ്കത്ത് റൂവി അൽഫലജ് ഹോട്ടലിൽ സംഘടിപ്പിച്ചു. ഇന്ത്യൻ അംബാസിഡർ ഇന്ദിരമണി പാണ്ഡെ, ഡോക്ടർ പി മുഹമ്മദ് അലി, ഒമാൻ മജ്ലിസു ഷൂറ അംഗം മുഹമ്മദ് ബിൻ സാലിം, ഖലീഫ അൽ മുസൈദി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. സമൂഹത്തിലെ നാനാതുറകളിൽ നിന്നും ജാതിമത ഭേദമന്യുള്ള ജനങ്ങൾ ഇഫ്താറിൽ പങ്കെടുത്തു. ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഇഫ്താർ സംഗമവും വാർഷിക ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു. പുതിയ ക്ലബ്ബുകൾക്ക് ഡിഫ സംഘടിപ്പിച്ച ക്വാളിഫൈ മത്സരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 2 ക്ലബ്ബുകൾക്ക് രജിസ്ട്രേഷൻ നൽകി. തുടർന്ന് നടന്ന വാർഷിക ജനറൽ ബോഡിയിൽ പുതിയ ഭാരവാഹികളെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ഉപരോധ രാജ്യങ്ങളുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും വിപണിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള തീരുമാനം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കൂടി താൽപര്യപ്രകാരമാണെന്ന് ചേംബർ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ ജാസിം ബിൻ മുഹമ്മദ് അൽസാനി. ഖത്തർ ഉപരോധത്തിനു മേലെ എന്ന ഒക്ടോബറിൽ തുടക്കം കുറിച്ച ക്യാമ്പയിന്റെ ഭാഗമായുള്ള തീരുമാനമാണിതെന്നും അദ്ദേഹം അറിയിച്ചു. റോയൽ കാർഗോയുടെ സൗദിയിലെ 3ാമത് ബ്രാഞ്ച് ജിദ്ദയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ നിരക്കിലാണ് സേവനം നൽകി വരുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. മലയാളികളുടെ സംഗമ കേന്ദ്രമായ ഷറഫിയയിലാണ് ജിദ്ദയിൽ ആരംഭിച്ച പുതിയ ബ്രാഞ്ച്. വിവിധ ഗൾഫ് രാജ്യങ്ങളിലായി 1.5 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യമുള്ള റോയൽ ട്രാവൽസിന്റെ സഹോദര സ്ഥാപനമാണ് റോയൽ കാർഗോ സർവീസ്. സൗദിയിൽ ദമാം, ഹഫറുൽ ബാത്തിൻ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ 3ാമത് ബ്രാഞ്ചാണ് ജിദ്ദയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കാർഗോ രംഗത്ത് മികവുറ്റ സേവനങ്ങളാണ് തങ്ങൾ നൽകി വരുന്നതെന്നും ഉപഭോക്താക്കളിൽ നിന്നും കിലോ റേറ്റ് അല്ലാതെ മറ്റു ബിൽ ചാർജോ ഇൻഷുറൻസോ തങ്ങൾ ഈടാക്കുന്നില്ലെന്നും മാനേജ്മെന്റ് അറിയിച്ചു. റോയൽ ട്രാവൽസിന്റെ തന്നെ സംരംഭമായ റോയൽ കാർഗോയുടെ 3ാമത് ശാഖയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ജിദ്ദയിൽ തുറന്നത്. ഇതോടനുബന്ധിച്ച് തന്നെ ആകർഷകമായ നിരക്കിൽ പാക്കേജ് ഞങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളിൽ എത്തുന്ന പാർസലുകൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പാർസൽ ഡെലിവറി വിവരങ്ങൾ ഇന്റർനെറ്റ് ട്രാക്കിംഗ് സിസ്റ്റം വഴി ഉപഭോക്താക്കൾക്ക് കൃത്യമായി ലഭ്യമാക്കുന്നുണ്ട്. കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലുമായി 65ഓളം ബ്രാഞ്ചുകളുള്ള റോയൽ കാർഗോ സൗദിയിൽ 1 മാസത്തിനകം പുതിയ 7 ബ്രാഞ്ചുകൾ കൂടി ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് സാരഥികൾ അറിയിച്ചു. മീഡിയ 1, ജിദ്ദ. ബഹ്റൈനിൽ പ്രവാസി അസോസിയേഷൻ ഓഫ് അങ്കമാലി നെടുമ്പാശ്ശേരിയുടെ പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണം നടന്നു. പുതിയ പ്രവർത്തന വർഷത്തിന്റെ ഉദ്ഘാടനവും വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഫണ്ട് കൈമാറ്റവും നടന്നു. സിംസ് ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കലാപരിപാടികളും അരങ്ങേറി. റുഫാക്ക എന്ന പേരിൽ ഖത്തർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ഖത്തർ ചാരിറ്റിയുമായി ചേർന്ന് നടത്തുന്ന മത്സരത്തിലൂടെ 1000 അനാഥരെ സ്പോൺസർ ചെയ്യും. 2 മാസത്തിനകം തന്നെ അർഹരെ കണ്ടെത്തി ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുന്നതാണ് പദ്ധതി. ഇതു സംബന്ധിച്ച കരാറിൽ ഖത്തർ ചാരിറ്റിയും ഖത്തർ യൂണിവേഴ്സിറ്റിയും തമ്മിൽ ഒപ്പുവെച്ചു. 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഇതിനായുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള ഗുളികയ്ക്കെതിരെ അബുദാബി ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഗ്ലൂക്കോമാനൻ ക്യാപ്സൂൾസ് എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം നൽകി പ്രചരിപ്പിക്കുന്ന ഗുളികയ്ക്കാണ് ഗുരുതരമായ പാർശ്വഫലമുണ്ടാകുന്നത് മുന്നറിയിപ്പ് നൽകുന്നത്. ഉറക്കത്തിനു മുൻപായി ഒരിക്കലും ഈ ഗുളിക ഉപയോഗിക്കരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഇതോടെ മീഡിയ സ്റ്റാർ പൂർണ്ണമാകുന്നു. നമസ്കാരം.